പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് ജേക്കബ് ആണ്. നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് ഇന്ന് ബ്രാൻഡിൻ്റെ 20th വെഡിങ് ആനിവേഴ്സറി ആണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കർത്താവ് ഈ വർഷം മുഴുവനും ദൈവിക നന്മകൾ കൊണ്ട് ബ്രാൻഡിനെ നിറയ്ക്കട്ടെ, ആരോഗ്യത്തോടു കൂടി ആയിരിക്കട്ടെ. ഈ കുടുംബം നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് ബ്രാൻഡിന് ഡയബറ്റിക് ഉണ്ട്, അത് പരിപൂർണമായും സൗഖ്യമാകണം, ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകണം, വൈഫിന് ശാരീരിക സൗഖ്യമുണ്ടാകണം, മകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം, പണയപ്പെടുത്തിയ ആ വസ്തു അത് തിരികെ ലഭിക്കുവാനിടയായി തീരണം, കടഭാരം നീങ്ങിപ്പോകണം. നമുക്കൊരു നിമിഷം അതിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ബ്രാൻഡിനെ കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ. കർത്താവേ, അവിടുത്തെ കൃപ കൊണ്ട് ഈ കുടുംബം നിറയപ്പെടട്ടെ അപ്പാ. കുടുംബത്തിലായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. ബ്രാൻഡിൻ്റെ ഡയബറ്റിക് സൗഖ്യമാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവിക നന്മകൾ കൊണ്ട് നിറയട്ടെ, കടഭാരം നീങ്ങിപ്പോട്ടെ അപ്പാ. കർത്താവെ, വൈഫിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ആരോഗ്യത്തോടെ ആയിരിക്കട്ടെ. മകളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, മകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. കർത്താവെ, ഉയർന്ന ഒരു വിദ്യാഭ്യാസം ഉണ്ടാവട്ടെ. കർത്താവെ, ഈ കുടുംബം പണയപ്പെടുത്തിയ ആ വസ്തു കർത്താവെ അവർക്ക് തിരികെ ലഭിക്കട്ടെ അപ്പോൾ അത് നഷ്ടമായി പോകാതെ വണ്ണം എൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തി അതിന്മേലുണ്ടാവട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നപ്പാ യേശുവിൻ്റെ നാമത്തിൽ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് മാർച്ച് 1 സമയം രാവിലെ 11 മണി മുതൽ. സ്ഥലം ട്രാവൻകോർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കോമ്പൗണ്ട്, കാര്യവട്ടം. കൂടുതൽ വിവരങ്ങൾക്ക് 0471 257 998. കർത്താവിന് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ഒരു ഉത്തമമായ പദ്ധതിയുണ്ട്. ആ ബോധ്യമാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആ ബോധ്യം നമ്മളെ നിയന്ത്രിക്കുമാറാകട്ടെ. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവിൻ്റെ പദ്ധതി എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി അതിനൊപ്പമായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഒരു വാക്യം കൂടെ എടുത്താട്ടെ, നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലേക്ക് വരാം. 1 രാജാക്കന്മാർ 19 അധ്യായം എടുക്കാം. 2ാമത്തെ വാക്യം വായിക്കാം. ഞാൻ ആ വാചകമൊന്നും നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുവന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് അധികവും തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. എന്താണ് സംഭവം? വേദപുസ്തകം പറയുക, ഏലിയാവ് ഒരിക്കൽ ആഹാബ് എന്ന രാജാവിനെ വിളിച്ചു വരുത്തി ദൈവത്തിന്റെ തീ ഇറക്കി ഇസ്രായേലിന്റെ ദൈവം യഹോവയാകുന്ന ദൈവം അല്ലെങ്കിൽ യേശു ആണെന്ന് തെളിയിച്ചു. ആ തെളിയിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നടന്നു. ശ്രദ്ധിക്കണേ, ബാലിന്റെ 850 പ്രവാചകന്മാരെ ഏലിയാവ് വെട്ടിക്കളഞ്ഞു. ആ ബാലിന്റെ 850 പ്രവാചകന്മാരെ അല്ലെങ്കിൽ 850 പ്രവാചകന്മാരെ തീറ്റിപ്പോറ്റിയിരുന്നത് ഇസബേൽ എന്ന് പറയുന്ന ഒരു മന്ത്രവാദിയായ ഒരു സ്ത്രീയായിരുന്നു. അവൾ രാജ്ഞിയാണ്. ആ രാജ്ഞി ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകന്റെ അടുക്കലേക്ക് ആളയച്ചിട്ട് പറയുക, ഏലിയാവ്, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനിൽ അവരിൽ ഒരുവന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ എൻ്റെ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഏലിയാവിനോടൊരു ദൂതനെ അയച്ചിട്ട് പറയുക, നാളെ ഈ സമയമാകുമ്പോൾ എൻ്റെ ദേവന്മാർ നിന്നെ കൊല്ലും, എൻ്റെ ദേവന്മാർ നിന്നെ കൊല്ലും. ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. ഇസബേലിനോട് ചോദിക്കാം, ഇസബേലെ, കയ്യിലൊരു വാള് കൊടുത്ത് വെച്ചിട്ട് കഴുത്ത് വെട്ടിയാൽ പോരായിരുന്നു? കയ്യിലൊരു കുന്തം കൊടുത്തിട്ട് കുത്തിക്കൊന്നാൽ പോരായിരുന്നു? കയ്യിലൊരു കത്തിയോ അതുപോലുള്ള പരിചയമോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒന്ന് കൊടുത്ത് അവൻ്റെ കഴുത്ത് വെട്ടിയാൽ പോരായിരുന്നു? പക്ഷേ ഏലിയാവിനെ അല്ലെങ്കിൽ ഇസബേൽ ചെയ്തത് കയ്യിലൊരു കത്തിയോ വാളോ കുന്തമോ കൊടുത്ത് അവനെ കൊന്നുകളയുകയല്ല ചെയ്തത്, പകരം ഒരു വെല്ലുവിളി നടത്തുകയാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ശബ്ദകീർത്തനം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്താ വെല്ലുവിളി? ശ്രദ്ധിക്കാവോ, എന്താ വെല്ലുവിളി? നാളെ ഈ സമയമാകുമ്പോൾ നീ കൊന്ന പ്രവാചകനൊക്കെ പകരമായിട്ട് എൻ്റെ ദേവന്മാർ നിന്നെ കൊന്നുകളയും. ഹല്ലേലൂയ. വേറൊരു ഭാഷയിൽ അവൾ ആ ദൂതന്റെ കയ്യിൽ ഒരു ആഭിചാര കർമ്മത്തെ ചെയ്യുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇസബേലിനോട് അല്ലെങ്കിൽ ഏലിയാവിനോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. ആ ഭയം അല്ലെങ്കിൽ ആ ഭീഷണി ഏലിയാവിന് സംഭവിച്ചോ? ഏറ്റോ? തൊട്ട് താഴോട്ട് നിങ്ങളൊന്ന് വായിച്ചേ. അവൻ അടുത്ത വാചകം എഴുതി, അവൻ ഭയപ്പെട്ടു. ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാചകമായി ഇത്? ഏലിയാവിനെ കുറിച്ച് എഴുതിയിരിക്കുക. അവൻ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. അടുത്ത വാചകം, എഴുന്നേറ്റു ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബെർശേബയിൽ ചെന്നു, അവിടെ തൻ്റെ ദാലിക്കാരനെ താമസിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ തൻ്റെ കൂടെ ഉണ്ട ആളെ ബെർശേബയിൽ കൊണ്ട് ഒളിപ്പിച്ച് താമസിപ്പിച്ചു. എന്നിട്ട് അവൻ ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. ഏലിയാവിനോട് ചോദിക്കാം, ഏലിയാവേ എന്താ നിനക്ക് സംഭവിക്കുന്നത്? അവൻ പറയുന്നത്, ഈ ഇസബേൽ പറഞ്ഞയച്ച വാക്കുകളിൽ എനിക്ക് ഭയമുണ്ടായി. എന്നാ ഉണ്ടായി? ഭയമുണ്ടായി. ആ ആഭിചാരത്തിന്റെ പ്രവൃത്തി എന്നിൽ ഭയമുണ്ടാക്കി. എന്താ നിന്നിൽ ആഭിചാര പ്രവൃത്തി ഉണ്ടാക്കിയത്? ഒന്നാമത് ഭയമാണ് ഉണ്ടാക്കിയത്. പിശാചേ, നിന്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം അവൻ ചെയ്യുന്നത് നിന്റെ അകത്ത് ഭീതി ഉണ്ടാക്കും, ഭയമുണ്ടാക്കും, ഭയമുണ്ടാക്കും അല്ലെങ്കിൽ ഭീതി ഉണ്ടാക്കും. വേദപുസ്തകം പറയുന്നു, ശ്രദ്ധിച്ചേ. ആ ഭയമുണ്ടായതിനെ തുടർന്ന് ഏലിയാവ് ഏറ്റവും ആദ്യം ചെയ്തത് അവൻ ഓടിപ്പോയി. വേറെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഉൾവലിഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ എന്നാ ചെയ്തു? ഉൾവലിഞ്ഞു. സഹോദരങ്ങളെ, നിങ്ങൾ ഈ ചർച്ചിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ലീഡർഷിപ്പിലേക്ക് വരാൻ പറഞ്ഞു, ശുശ്രൂഷയിലേക്ക് വരാൻ പറഞ്ഞു, നിങ്ങളുടെ അകത്ത് തെറ്റിനെ കുറിച്ചോ നിങ്ങൾ ചെയ്തു പോയ കുറവുകളെ കുറിച്ചോ അല്ല നിങ്ങൾക്ക് കഴിവില്ല എന്നുള്ള ചിന്തയോ ഭരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉൾവലിയും. മുൻനിരയിൽ വന്നിരിക്കത്തില്ല, പുറകിൽ പോയിരിക്കും. ആരും എന്നെ കാണണ്ട എന്ന വിധത്തിൽ മറഞ്ഞിരിക്കും. അത് നിങ്ങളുടെ അകത്തുള്ള ഭയം കൊണ്ടുവരുന്ന ഉൾവലിച്ചലാണ്. അതിൻ്റെ പേര് പിന്മാറുക, മറഞ്ഞിരിക്കുക, ഒറ്റപ്പെട്ടിരിക്കുക. സഹോദരങ്ങളെ, ഭയം നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങൾ ഒറ്റപ്പെടാൻ തുടങ്ങും. ഭയം നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങൾ ഉൾവലിയാൻ തുടങ്ങും. നിങ്ങൾ പറയും, ആരെയും കാണണ്ട, ഒന്നിനെയും കേൾക്കണ്ട, ഒന്നും കാണണ്ട എന്ന് പറഞ്ഞു ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കും. ഭയം കയറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പള്ളി വരണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ നാട്ടുകാരെ കുറിച്ചുള്ള ഭയം, രോഗത്തെക്കുറിച്ചുള്ള ഭയം, സ്കിന്നിനെ കുറിച്ചുള്ള ഭയം അവരകത്ത് ഒളിഞ്ഞിരിക്കും. സഹോദരങ്ങളെ, എൻ്റെ അകത്തും ഭയമുണ്ടായിരുന്നു വെള്ളപ്പാണ്ട് വന്നപ്പോൾ. എന്നാൽ ആ ഭയത്തിൽ ഞാൻ വീട്ടിലിരുന്നുവെങ്കിൽ, ഒളിഞ്ഞിരുന്നുവെങ്കിൽ ഒരു നാളും കർത്താവിന് എന്നെ പ്രയോജനപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സൗരങ്ങളെ, രണ്ടാമത്തെ വാചകം ഒന്ന് ശ്രദ്ധിക്കാവോ? ഭയം മാത്രം, ഭയത്തിനോടൊപ്പം ഉൾവലിയുന്ന ഒറ്റയ്ക്കിരിക്കുന്ന അനുഭവം വന്നു. കഴിഞ്ഞില്ല, അവൻ്റെ അകത്തേക്ക് നിരാശ കയറി. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അവൻ്റെ അകത്തേക്ക് എന്തു വന്നു? നിരാശ കയറി. നിരാശയുടെ കൂടെ വേറൊന്നുകൂടെ അകത്ത് പ്രവേശിച്ചു. വേദപുസ്തകം പറയുന്നത് അവൻ്റെ അകത്ത് മരിച്ചാൽ മതിയെന്ന് തോന്നാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഭയവും നിരാശയും മരണചിന്തയും ഒരുമിച്ച് സഞ്ചരിക്കുന്നവരാണ്. ഭയം കയറുന്നതിനോട് നിരാശയും മതിയെന്ന് തോന്നലും ഒറ്റപ്പെടലും, അതിനോടൊപ്പം മരിച്ചാൽ മതി എന്നുള്ള ചിന്തയും അകത്ത് കയറും. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ സ്വയം പറയുകയാ, ദൈവമേ മതി, എനിക്ക് ജീവിക്കണ്ട, മരിച്ചാൽ മതി. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ആലോചന. അവന് മരിച്ചാൽ മതി, പക്ഷേ ദൈവം അവൻ്റെ അടുക്കിലേക്ക് ആ സമയത്തൊരു ദൂതനെ അയച്ചു. സഹോദരങ്ങളെ, മതിയെന്നും ഭയപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കുന്ന അനേകർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങളോട് ആ കർത്താവ് ഇപ്പോൾ സംസാരിക്കുന്നത്. ദൂതനെ അയച്ചു, അവനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഏലിയാവേ, നീ ഇവിടെ കിടക്കാനുള്ളവനല്ല, പകരം ദൂരെ സഞ്ചരിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്താ ഈ പറയുന്നതെന്നറിയാ? എലിയാവിനോട് ദൈവം പറയുക, എലിയാവേ, നീ ഇവിടം കൊണ്ട് അവസാനിക്കേണ്ടവനല്ല, ഇതുകൊണ്ട് തീരേണ്ടവനല്ല, ഈ കാര്യം കൊണ്ട് അവസാനിക്കേണ്ടവനല്ല. നിന്നെ കുറിച്ചുള്ള പദ്ധതി ഇവിടെ നശിച്ച് മരിച്ചു പോകുകയല്ല, പകരം എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ചേർന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചേർന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ലോക സ്ഥാപനത്തിനു മുമ്പേ, എഫേസ് ലേഖനം പറയുക, ലോക സ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞില്ല. ഗലാത്യ ലേഖനം പറയുന്നത് അമ്മയുടെ ഉദരത്തിലാകുന്നതിനേക്കാൾ മുമ്പേ അവൻ നിന്നെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞില്ല. തീത്തോസിന്റെ ലേഖനം 2:14 സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി അവൻ നമ്മളെ മാറ്റിയെടുത്തു. അവിടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എഫേസ് ലേഖനം 2:10 പറയുകയാ, നിങ്ങൾ ചെയ്തു പോരേണ്ടതിനെ സൽപ്രവർത്തികൾക്കായി മുന്നമേ സൃഷ്ടിച്ചവരാകുന്നു നിങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം നീ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ അടുത്ത വർഷം നീ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ അടുത്ത വർഷം നീ എന്താണ് ആകാൻ പോകുന്നതെന്ന് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു സ്വർഗീയ പദ്ധതിയിലാണ് നീ ആയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഏലിയാവിനോട് സ്വർഗം ചെന്ന് പറഞ്ഞു, ഏലിയാവേ, നീ ഇടയിൽ മരിച്ചു പോകേണ്ടവനല്ല, എഴുന്നേൽക്കോ, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. അടുത്ത വാചകമായി എനിക്ക് ഇഷ്ടമുള്ളത്. ഏലിയാവിനോട് ദൈവം പറയുക, നീ ചെന്നിട്ട് എന്ത് ചെയ്യണം? നിനക്ക് പകരം ഏലിശയെ പ്രവാചകനായി അഭിഷേകം ചെയ്യണം. ആഹാബ് എന്ന് പറയുന്ന രാജാവുണ്ടല്ലോ, ആ രാജാവിന് പകരം യേഹൂ എന്ന് പറയുന്ന ഒരുവനെ അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? നീ ഇങ്ങനെ ഒടുങ്ങി നശിച്ചു പോകേണ്ടവനല്ല, പകരം രാജ്യത്ത് ഒരു രാജവാഴ്ചയെ കൊണ്ടുവരേണ്ടതിന് എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചേർന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ അകത്ത് ഭയം പറയുന്നത് മതി, തീർന്നു, എല്ലാം അവസാനിച്ചു. എന്നാൽ ദൈവത്തിന് പറയാനുള്ളത്, നിന്നെ കുറിച്ചൊരു ഉത്തമ പദ്ധതി ദൈവത്തിനുണ്ട്. അത് ഇവിടെ അവസാനിക്കാനുള്ളതല്ല. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. അത് ഇവിടെ തീരാനുള്ളതല്ല, അവസാനിക്കാനുള്ളതല്ല. എൻ്റെ അടുക്കൽ രോഗികളായ ആളുകൾ വരുമ്പോൾ, ക്യാൻസർ രോഗമുള്ള ആളുകൾ, ഡയബറ്റിക്കിനാൽ മാറാത്ത ഡയബറ്റിക് ഉള്ള ആളുകൾ, ലിവർ കംപ്ലൈൻ്റ് ഉള്ള ആളുകൾ, കിഡ്നി പേഷ്യൻറ്റുകളായ കിഡ്നി രോഗികളായ ആളുകൾ, ബ്രെയിൻ ട്യൂമറുള്ള ആളുകൾ, ശരീരം തളർന്ന ആളുകൾ, അവരൊക്കെ അടുക്കൽ വരുമ്പോൾ വളരെ വിശ്വാസത്തോടെ ഞാൻ അവരുടെ തലയിൽ കൈവച്ച് അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ദൈവശക്തി അവരുടെ ശരീരത്തിൽ തൊടുന്നില്ല. ഞാൻ കർത്താവിനോട് ഒരിക്കൽ ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളിൽ ദൈവശക്തി വ്യാപരിക്കാത്തത്? സ്വർഗം എന്നോട് പറഞ്ഞൊരു വാചകം, ജോണേ, അവരുടെ അകത്ത് ഡോക്ടർമാരെ സാഹചര്യങ്ങൾ പറഞ്ഞത് കിടക്കുകയാ. ആ സാഹചര്യങ്ങൾ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങളുടെ ജീവിതകാലത്ത് ഇനി ഹാർട്ട് രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റമില്ല, നിങ്ങളുടെ കിഡ്നി ഫെയിലറായി, ഇനി ഒരു നാളും നിന്റെ കിഡ്നി ശരിയാകുകയില്ല, മരുന്നുകൊണ്ട് ജീവിതകാലം നോക്കണം. ഡയബറ്റിക് വന്നു, ഇനി ഒരു നാളും നിങ്ങൾക്ക് ഡയബറ്റിക് മാറത്തില്ല, ജീവിതകാലം സൂക്ഷ്മതയോടെ ജീവിച്ചാൽ ആയുസ്സിന് നീളം കൂട്ടാം. സഹോദരങ്ങളെ, ആ കേട്ട നിമിഷത്തിൽ എൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം വന്നു. എൻ്റെ ജീവിതം അവസാനിച്ചു, എൻ്റെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പായി. ആ നിരാശയും ഭയവുമാണ് നിങ്ങളുടെ അകത്ത് ഭരിക്കുന്നതെങ്കിൽ ദൈവശക്തി അതിന് മേൽ മറികടക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, മരണത്തെ ഭയപ്പെടേണ്ട, മരണത്തെ ഭയപ്പെടേണ്ട. കാരണം മറികടന്ന മരണത്തെ ജീവിച്ചിരുന്ന എന്നിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ അവൾ ഒരു നാളും മരണം കാണുകയില്ല എന്ന് പറഞ്ഞ ഒരു നസ്രാനായ യേശുവാണ് എനിക്കുള്ളത്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. എന്നെ മനസ്സിലാക്കുന്നവരൊന്ന് ചേർന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, ചേർന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ, യേശുവേ എന്നൊന്ന് വിളിച്ചേ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താന്ന് മനസ്സിലാകുന്നു? നിങ്ങളുടെ അകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയേ ഉള്ളൂ, ഇതാണ് ജീവിതം. ഇനി എൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, വീടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എപ്പോഴാ മരിക്കുന്നതെന്ന് അറിയത്തില്ല. അതിനകത്ത് ആരോ ഒരാൾ പറയുന്നത് കേട്ടു, സൗഖ്യമാകും. ആരോ TV യിൽ പറയുന്നത് കേട്ടു, സൗഖ്യമായി. അത് കേട്ടിട്ട് വിശ്വാസത്തോടെ വന്നതാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലെ ചിന്ത എന്താ? അവസാനിച്ചു. ലോകം പറയുന്നത് നീ കേട്ടാൽ, ലോകത്തിൻ്റെ വാക്കുകൾ നീ ഗ്രഹിച്ചാൽ, വിശ്വസിച്ചാൽ നിന്റെ ലൈഫ് അവസാനിച്ചു. എന്നാൽ ദൈവത്തിന്റെ വാക്കുകൾ നീ കേട്ടാൽ നീ ദൂരയാത്ര ചെയ്യാതെ അവസാനിപ്പിക്കുകയില്ല. യേശുവേ എന്ന് ഉറക്കെ വിളിച്ചേ ഹല്ലേലൂയ. ഏലിയാവിന്റെ വിചാരം നോക്ക്, ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ഭാര്യയാണ് പറഞ്ഞത്, നാളെ നിന്നെ കൊന്നുകളയും. പക്ഷേ ഏലിയാവിന്റെ വിചാരം ഇതോടെ മരിക്കാൻ പോകുകയാ. എന്നാൽ ദൈവത്തിന് പറയാനുള്ളത്, അല്ലടാ, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞവന്റെ പകരമായിട്ട് വേറൊരുവനെ അഭിഷേകം ചെയ്തിട്ടല്ലാതെ ഞാൻ നിന്നെ ഇവിടെ നെടുക്കത്തില്ല.
കർത്താവിന് സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞെടുത്ത് ആരംഭിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ കഴിയുന്ന ഒരു സ്വർഗത്തിനായി സ്തോത്രം. ആരാണോ നിന്നെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത്, ആരാണോ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത്, അവന് പകരമായിട്ട് വേറൊരുവനെ ഉപയോഗിക്കുവാൻ, എഴുന്നേൽപ്പിക്കുവാൻ ഞാൻ നിന്നെ ഉപയോഗിക്കുമെന്ന് സ്വർഗം. ആ വാക്യത്തിന്റെ അർത്ഥം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ വീട്ടിനകത്ത് മരണഭയം കയറിയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ കൊടഞ്ഞു കളഞ്ഞിട്ട് പറ, മരണത്തിനല്ല, മരണത്തിനല്ല, പകരം യേശുവിന്റെ നാമത്തിൽ പ്രകാശിക്കേണ്ടതിനാണ് എന്നെ ദൈവം വിളിച്ചതെന്ന് വിശ്വാസത്തോടെ പറയുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലരുടെ അകത്ത് നാളുകൾ എണ്ണപ്പെട്ടു, എന്റെ ജീവിതം എണ്ണപ്പെട്ടു എന്ന് ചിന്തിച്ചായിരിക്കുന്നതെങ്കിൽ നിന്നോടുള്ള ആലോചനയാ പറയുന്നത്, നീ ദീർഘായുസ്സോടെ ഇരിക്കും. അത് ദൈവത്തിന്റെ വചനമാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചോണ്ട് പറ, ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കും. യേശുവേ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകളടിച്ച് കർത്താവിനെ ആരാധിച്ച്. ദീർഘായുസ് കൊണ്ട് അവൻ എന്നെ തൃപ്തിയാക്കും. ദീർഘായുസ്സോടുകൂടി ഇരിക്കും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചോണ്ട് പറ, ഭയപ്പെടരുത്, നിരാശപ്പെടരുത്, ഭയപ്പെടരുത്, നിരാശപ്പെടരുത്, ഭയപ്പെടരുത്. ഭയം പിശാചിന്റെ കണിയാണ് സഹോദരങ്ങളെ. ഭയം പിശാചിന്റെ സൂത്രമാണ്. നീ ഭയപ്പെട്ട് നശിക്കാനുള്ളതല്ല, ഭയപ്പെട്ട് നിരാശപ്പെട്ടും അവസാനിക്കാനുള്ളതല്ല. അവസാന വാക്ക് ഈ ലോകം പറയുന്നതല്ല. അവസാന വാക്ക് ഞാനാണ് ആൽഫയും ഒമേഗയും, ആരംഭവും അവസാനവും എന്ന് പറഞ്ഞ എന്റെ യേശു പറയുന്നത് അവസാന വാക്ക്. അടുത്തിരിക്കുന്ന രണ്ടുപേരോടെങ്കിലും കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ഭയപ്പെടരുത്. ഞാൻ ഇന്നൊരു സൊല്യൂഷനാ പറഞ്ഞത്. നിന്റെ മുമ്പിൽ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരുമോ? വരും സഹോദരങ്ങളെ. സാഹചര്യങ്ങൾ, പ്രതികൂലങ്ങൾ വരുമോ? അവിടെ ആരും നിങ്ങളെ സഹായിക്കാൻ കാണുമെന്ന് വിചാരിക്കരുത്. ഒരു ആശ്രയം പ്രതീക്ഷിക്കരുത്, ഒരു വ്യക്തിയെയും നോക്കരുത്. പക്ഷേ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നോക്കാവുന്ന സ്ഥലമാ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത്. ഉറപ്പായുള്ള കാര്യം, അവൻ നിന്നെ പരിപാലിക്കും, അവൻ നിന്നെ കരുതും, അവൻ നിന്നോട് സംസാരിക്കും. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രിയ കർത്താവേ, ഇന്ന് പകൽ നീ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി കർത്താവേ. ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ മനുഷ്യർക്ക് ഞങ്ങളെ സഹായിക്കുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ ലിമിറ്റേഷനുകളില്ലാതെ ഞങ്ങളെ പരിപാലിക്കാൻ കഴിയുന്ന അങ്ങയുടെ അത്ഭുത കരത്തിനായി നന്ദി അപ്പ. നിന്റെ നാമത്തിൽ ഈ ജനത്തിൻ്റെ ഉള്ളിൽ നീ കൊടുത്ത ധൈര്യത്തിനായി നന്ദി. പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇവരെ പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഇൻ ജീസസ് നെയിം ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഭയമുണ്ട് എങ്കിൽ പലപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഭയം നമ്മുടെ ഉള്ളിൽ നിരാശ കൊണ്ടുവരുവാനിടയായിത്തീരും. ഭയവും നിരാശയും ചേർന്ന് നമ്മുടെ ജീവിതം ഇല്ലാതായി പോവുകയല്ല വേണ്ടത്. ആ സമയം വ്യക്തികളിൽ ആശ്രയിക്കാതെ കർത്താവിനോടൊപ്പം ആയിരിക്കുന്നുവെങ്കിൽ, കർത്താവിൽ നിന്ന് കേൾക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ, അവൻ നിങ്ങളെ വ്യക്തമായി കരുതുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ കരുതലിനെ അനുഭവിക്കാൻ കർത്താവിൻ്റെ ശബ്ദം വ്യക്തമായി കേൾക്കുവാൻ തക്കോണം നമുക്ക് ഓരോരുത്തർക്കും കർത്താവിനോടൊപ്പം ആയിരിക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ശങ്കരനാരായണൻ എന്നാണ്, പാലക്കാട് നിന്നാണ് വരുന്നത്. വലിയൊരു അത്ഭുതമാണ് ഈ അപ്പച്ചന്റെ കർത്താവ് കൊടുത്തത്. കാരണം ഇദ്ദേഹം തെങ്ങ് കയറ്റ ഒരു തൊഴിലാളിയാണ്. പ്രയാസം എന്ന് പറയുന്നത് മൂത്ര തടസ്സമായിരുന്നു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല, 15 മിനിറ്റ് കൂടുതൽ നേരം മൂത്രം പിടിച്ചിരിക്കാൻ പറ്റില്ല, ഏത് സമയം എന്തു സംഭവിക്കും. അതുകൊണ്ട് ഒരു കാര്യങ്ങൾക്കും പോകാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ നമ്മുടെ TV-യിലൂടെ സ്ഥിരം മീറ്റിംഗ് കാണുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം ടാഗോർ മീറ്റിംഗ് ഹാളിൽ വന്നു. താഴെ സ്ഥലം കിട്ടിയില്ല, അദ്ദേഹം മുകളിലും കിട്ടിയില്ല, അവിടെ നിന്നു. പക്ഷെ അത്ഭുതം എന്ന് പറയുന്നത്, ഹാളിൽ കയറിയ സമയം തന്നെ വർഷങ്ങളായിട്ടുള്ള മൂത്ര തടസ്സം പൂർണ്ണമായിട്ട് സൗഖ്യം. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞ കർത്താവ് ചെയ്ത എത്ര വലിയ കാര്യമാണ്. അപ്പൊ അന്ന് മുതൽ ആ പ്രയാസം മാറിയോ? പൂർണ്ണമായിട്ട് അപ്പോഴേ മാറി. ആ ദിവസം മുതൽ മാറി. ഹോളിൽ കയറിയ സമയം മുതൽ മാറിപ്പോയി. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചായിട്ട് എത്ര വലിയ കാര്യമാണ്. നിങ്ങളെ അതുപോലെ കർത്താവ് തൊട്ടിട്ടുണ്ടേ. സന്തോഷത്തോടെ. സിസ്റ്റർ പേര് സിന്ധു എന്നാണ്.
മലപ്പുറം തിരൂരിൽ നിന്നാണ് വരുന്നത്. കുഞ്ഞിനെ കിട്ടിയ ഒരു അത്ഭുത സൗഖ്യമായിട്ടാണ് അവർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. മോനെ കഴിഞ്ഞ 5 വർഷമായിട്ട് ശ്വാസമുട്ടലുണ്ടായിരുന്നു, 5 വർഷം വിമിഷ്ടമുണ്ടായിരുന്നു. അത് വളരെ ഇൻഹീലർ ഉപയോഗിക്കുന്ന വിധത്തിൽ പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മീറ്റിങ്ങിന് വന്നു, ബ്രദർ അങ്ങോട്ട് ആലോചന പറഞ്ഞു, മകൻ ഇങ്ങനൊരു അസുഖമുണ്ടെന്ന്. ഇവരത് ഏറ്റെടുത്തു. അപ്പോൾ തന്നെ അത് സൗഖ്യമായി. മോന് ശ്വാസം മുട്ടലുണ്ടായിരുന്നു? എത്ര നാളായിട്ടുണ്ടായിരുന്നടാ? മോനെ എവിടുന്നടാ വരുന്ന? തിരൂര്. എന്താ മോന്റെ പേര്? അഗസ്റ്റിന്റെ ശ്വാസം മുട്ടൽ പോയോ പൂർണ്ണമായിട്ട്? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അഗസ്റ്റിൻ, നീ ചെറുപ്പത്തിലെ ദൈവം നിന്നെ തൊട്ടിരിക്കുക. യേശുവിന് മോനെ വേണം കേട്ടോ. പറ. അതിൻ്റെ കൂടെ തൻ്റെ ഭർത്താവിന് ഒരു അത്ഭുത സൗഖ്യമാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. ഏപ്രിൽ മാസം പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ശരീരത്തിൻ്റെ ഒരു ക്ഷീണം പോലെ തോന്നി. ആ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അദ്ദേഹത്തിന് 405 ഷുഗർ ഉണ്ടായിരുന്നു. വളരെ ഹൈ ആയിരുന്നു, വളരെയധികം ഭാരപ്പെട്ടു. പക്ഷേ ഭർത്താവുമായിട്ട് ഇവർ നമ്മുടെ കഴിഞ്ഞ മാസം കണ്ണൂർ മീറ്റിങ്ങിന് വന്നു. കണ്ണൂർ വന്നു. ബ്രദർ പ്രാർത്ഥിച്ചു. വീണ്ടും പോയി ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ നോർമൽ 118 ആയിട്ട് അത് നോർമലായിരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് സന്തോഷമായിട്ട് പോയ ഈ സിസ്റ്ററുടെ പേര് സോബി എന്നാണ്. സോബി 1.5 വർഷമായിട്ട് ഓവറിയില് മുഴ ഉണ്ടായിരുന്നു. ഓവറിയിൽ 1.5 വർഷമായിട്ടുണ്ടായിരുന്നു. 2 ഓവറി എടുത്തു മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മുടെ ഈ മീറ്റിംഗിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത് പൂർണ്ണമായി സൗഖ്യമായി. ആ സാക്ഷ്യം പറയാനാ സിസ്റ്റർ ഇവിടെ വന്നിരിക്കുന്നത്. സിസ്റ്ററിന് 2 ഓവറിയിലും മുഴയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ശരിയാണോ? അതെ, ഞാൻ ഞാൻ ഡിസംബർ തൊട്ട് ഞാനൊരു TV പ്രോഗ്രാം കണ്ടിട്ട് ഇവിടെ എല്ലാ മാസവും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ഞാൻ അന്ന് മാർച്ച് 19-ാം തീയതിയിൽ ഇത് ബ്രദർ പ്രാർത്ഥിച്ചില്ല, എനിക്ക് വയറിനൊരു അസ്വസ്ഥത വന്നു. അപ്പം ഞാൻ അത് സൗഖ്യമായി ഏറ്റെടുത്തിട്ട് ഞാൻ പോയി സ്കാൻ ചെയ്തപ്പോൾ ചെയ്യല് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ മുഴ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്നും ചെയ്തു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. 2 ഓവറിയിലും ഓവറി എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞ മഴ കാണാനില്ല. കൈയടിച്ചു രാമയൻ പറഞ്ഞാട്ടെ. സന്തോഷമായിട്ട് പോയാട്ടെ. ബ്രദർ, ഈ അമ്മയുടെ പേര് സൂസമ്മ. അമ്മ വരുന്ന പുത്തൂരിൽ നിന്നാണ്. അമ്മ പറയുന്ന അമ്മയ്ക്ക് 5 വർഷം കൊണ്ട് അസ്ഥിക്ക് തേയ്മാനം നിമിത്തം അമ്മ അതിയായി ഭാരപ്പെടുകയായിരുന്നു. അതേപോലെ കൈക്ക് വേദനയും കാലിനും നടുവേദനയും ഒക്കെ ആയിട്ട് വളരെയധികം വേദനയാൽ ഭാരപ്പെടുകയായിരുന്നു. അമ്മ പറയുന്നു ഇന്നലെ ഇവിടുത്തെ ആരാധന കഴിഞ്ഞതോടുകൂടി അമ്മയ്ക്ക് പരിപൂർണ്ണ സൗഖ്യമായി. അമ്മ ഇപ്പം യാതൊരു വേദനയും ഇല്ലാതെ സൗഖ്യത്തോടും ആരോഗ്യത്തോടുമാണ് ഇരിക്കുന്നത്. അമ്മയ്ക്ക് പറയുന്നതൊക്കെ ശരിയാണോ? അതെ അതെ, ശരി തന്നെ. എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അസ്ഥിവേദന തേയ്മാനം നിമിത്തം ഉണ്ടായിരുന്നേ? കാൽമുട്ട് വേദന വന്നിട്ട് ഏണിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റത്തില്ല, കൂനി നടക്കുവാണ്. അന്നേരം എൻ്റെ സഹോദരി ഇവിടെ അടുത്ത് താമസമുണ്ട്, 2 ദിവസത്തെ ആരാധന ഇരിക്കണം, നിൻ്റെ കൂനും വേദനയും മാറും. അങ്ങനത്തെ രാത്രിയിൽ എന്നെ ദൈവം എന്നെ തൊട്ട് എനിക്ക് സൗഖ്യം തന്നു. അപ്പം നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിവർന്ന് നടക്കാൻ പറ്റത്തില്ലായിരുന്നു, കൂനി പോകുമായിരുന്നു. അപ്പോൾ എപ്പോഴാണ് സൗഖ്യമായേ? ഇന്നലെ രാത്രിയിലത്തെ മീറ്റിങ്ങിലായിരുന്നു. എന്തെങ്കിലും പ്രത്യേക അനുഭവം ഉണ്ടായോ? ഉണ്ടായി. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഏണിനൊരു ശരീരത്തിന് മൊത്തത്തിൽ ഒരു പെരുപ്പുണ്ടായി. അപ്പം ഞാൻ പുറകോട്ടങ്ങ് മാറി വീണു. കണ്ടു നോക്കിയപ്പോൾ ശരീരത്തിന് ഒരു ദൈവശക്തി അമ്മയുടെ മേൽ വന്നു. അമ്മ പുറകോട്ട് വീണു. അന്നേരം അത് പൂർണ്ണമായിട്ടും സൗഖ്യമായോ? മാറി മാറി. ഓക്കെ അമ്മേ, ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. അമ്മയുടെ സന്തോഷം കണ്ടാൽ അറിയാം അമ്മ സൗഖ്യമായത് എത്ര പ്രശ്നത്തിൽ നിന്നാണെന്ന്. ഫസ്റ്റ് ഈ ബ്രദറിന്റെ പേര് മോൻസി എന്നാണ്. താൻ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. താൻ പറയുന്നത് കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവിടെ വന്ന മീറ്റിങ്ങുകൾ, മാസത്തിലുള്ള മീറ്റിങ്ങുകൾ താൻ കൂടുന്നുണ്ട്. താൻ കടന്നു വന്ന സമയത്ത് കർത്താവ് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാധാനം പകരുവാനിടയായി, അപ്പോൾ തന്നെ ആരോഗ്യം പകരുവാനിടയായി. ഈ ബ്രദർ പറയുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഭവനത്തിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നാണ്. അവിടെ വെച്ച് താൻ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന സമയത്ത് താനൊരു തീരുമാനമെടുത്തു. ഞാനും എൻ്റെ ഭാര്യയും 10 for Gospel ചേരും. 1 വർഷത്തെ 10 for Gospelൻ്റെ തുകയുമായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ തുകയുമായിട്ടാണ് വരുന്നത്. 1 മാസം ഇവർ രണ്ടുപേരും കൂടെ 600 രൂപ വെച്ച് മാറ്റിവെച്ചിട്ട് 1 വർഷത്തെ ആ തുക കർത്താവിന് അർപ്പിക്കാൻ കൂടെയാണ് വന്നിരിക്കുന്നത്. ഈ ബ്രദർ പറയുന്ന എൻ്റെ കുടുംബത്തിന് സമാധാനം തന്ന ദൈവത്തിന്, ആരോഗ്യം തന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കാനും കൂടിയാണ് താൻ ഇവിടെ ആയിരിക്കുന്നത്. ബ്രദറെടുത്ത് നല്ലൊരു തീരുമാനമാണ് കേട്ടോ ബ്രദറെ. ദൈവം ജീവിതത്തിൽ സമാധാനവും സൗഖ്യവും ആനന്ദവും ഒക്കെ തന്നപ്പം കർത്താവിന് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി TV മിനിസ്ട്രിയിലൊക്കെ നമ്മൾ 10 for Gospel കൊടുക്കുന്നത് കൊണ്ടാണ് പല പ്രോഗ്രാമുകളും നടത്തുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് നിമിത്തം അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു. ഈ ബ്രദർ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടപ്പം ഈ ബ്രദറും വൈഫും അങ്ങനെ ഒരു TV പ്രോഗ്രാമിന് വേണ്ടി 10 for 10 രൂപ വെച്ച് മാറ്റിവെച്ച് കൊടുക്കുവാനായിട്ട് ബ്രദർ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് ദൈവം ബ്രദറിനോട് കൂടിയിരിക്കട്ടെ, കൂടുതൽ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ വ്യക്തമായി അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ തക്കോണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവേ, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ ഇല്ലാതായി പോകാതെ വണ്ണം കർത്താവിൻ്റെ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കി അതിനൊപ്പം ഉറച്ചു നിൽക്കുവാൻ തക്കോണം യേശുപിച്ച അവിടുത്തെ ധൈര്യത്തെ അവിടുന്ന് പകർന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ പൊള്ളലേറ്റിരിക്കുന്ന ആ ഒരു വ്യക്തിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പാ. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. മുട്ടിന് താഴെ 12 വയസ്സിൽ താഴെ പ്രായമുള്ള ആ പെൺകുഞ്ഞ് കർത്താവെ, മുട്ടിന് താഴെ കരിയാത്തൊരു മുറിവുമായിരിക്കുന്നു. കർത്താവെ, ആ മകളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ മകളുടെ മേൽ അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പാ. യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അതിപ്പോൾ തന്നെ സൗഖ്യമാവട്ടെ അപ്പാ. യേശുപിച്ച അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, കിഡ്നി ഫെയിലറായതിനെ തുടർന്ന് ശരീരത്തിൽ നീരുമായിരിക്കുന്ന ആ അമ്മേനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ അമ്മയുടെ മേൽ അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായും സൗഖ്യമാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. യേശുപിച്ച അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഫാമിലിയിൽ പ്രയാസത്തെ തുടർന്ന് ഡൈവേഴ്സിൻ്റെ വക്കിലായിരിക്കുന്ന ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, സിസ്റ്ററിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ കുടുംബത്തിലായിരിക്കുന്ന എല്ലാ പൈശാചിക പ്രവർത്തനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ അപ്പാ. കർത്താവെ, ആ കുടുംബം ദൈവിക സന്തോഷത്തിലും സമാധാനത്തിലും ഒന്നായിരിക്കാനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. കർത്താവ്, എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ കരം ചലിച്ചതിനായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവയോട് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അവൻ്റെ ചിറയും കീഴും മറച്ചുകൊള്ളട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഞങ്ങളുടെ വിലാസം: ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള.